ഇന്നത്തെ എൻ്റെ ഡിന്നർ കഞ്ഞി, പിന്നെ കഞ്ഞിക്ക് ഒരു പൊട്ടാറ്റോൻ്റെ സബ്ജിയാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചാൽ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. പക്ഷേ അതിലൊരു ചെറിയൊരു സാധനങ്ങൾ ഇട്ടാൽ അറിയണ്ടാവുന്നല്ല, മോസ്റ്റ്ലി എന്നാലും പറയാം, ചെറിയ സാധനങ്ങൾ ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാവും. ഓക്കെ, അതെന്താ ഞാൻ കാണിച്ചു തരാം. പിന്നുള്ളത് ഒരു അച്ചാറ് പോലെ ഒരു ഉള്ളി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഉള്ളി, മുളക് പൊടി, വെളിച്ചെണ്ണ, സുർക്കയൊക്കെ ഇട്ടിട്ട് ഒരു അച്ചാർ പോലുള്ള സാധനം, ഉള്ളി കൊണ്ടുള്ള സാധനം. അതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, പൊട്ടാറ്റോ സബ്ജീൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ എൻ്റെ ഡിന്നർ ഇന്നത്തെ കഞ്ഞി, പിന്നെ പൊട്ടാറ്റോ സബ്ജി, ആ ഉള്ളീൻ്റെ സർക്കിളിട്ട സാധനം, അതൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഞാൻ അപേക്ഷിക്കുകയാണ്, എനിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്ലീസ്. ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തന ഇതല്ലേ ഉള്ളൂ, പ്ലീസ്. ഓക്കെ, അപ്പോൾ ഞാൻ കഞ്ഞി വിളമ്പുന്നതും എല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതായിട്ടാണ് നമ്മുടെ കഞ്ഞി. കഞ്ഞി നന്നായിട്ട് നല്ല ചുവന്നരിൻ്റെ കഞ്ഞി. ഇതാണ് ഞാൻ പറഞ്ഞ ഉള്ളി, വെളിച്ചെണ്ണ, മുളക് പൊടി, പിന്നെ സുർക്ക, മെയിനായിട്ടും സുർക്ക. നല്ല ടേസ്റ്റ് ആയിട്ടത് കച്ചിക്ക്. ഇതാണ് കഞ്ഞിയുടെ ടേസ്റ്റ്. സുർക്ക വെച്ചെന്തിലും കണ്ടിട്ടില്ല. ഇതാണ് നമ്മുടെ പൊട്ടാറ്റോ സബ്ജി. നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ ഉണ്ടാക്കുന്ന പൊട്ടാറ്റോ സബ്ജിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ വീഡിയോയിൽ. നല്ല ടേസ്റ്റ് ഉണ്ട്. കഞ്ഞിക്ക് നല്ല ടച്ചപ്പാണ്, ചപ്പാത്തിക്ക് നല്ല ടച്ചപ്പാണ്. ചോറിന് ഇപ്പോൾ നമ്മൾ സപ്പോസ് വീട്ടിലൊക്കെ ഒറ്റയ്ക്കുള്ളൂ, ആരുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. ചൂട് ചോറ്, ഒരു പൊട്ടാറ്റോ സബ്ജി മാത്രം മതി. നമ്മൾ ചോറിലുണ്ടെല്ലാം നിർത്തണമെങ്കിൽ ആരെങ്കിലും കൈ പിടിച്ചിട്ടുണ്ട് വരും. അത്രയ്ക്ക് ടേസ്റ്റ് സാധനം. പൊട്ടാറ്റോ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ, എനിക്കല്ല ഇഷ്ടമാണ്. അപ്പോൾ ശരി, എന്നാൽ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യൂ, നേരത്തെ പറഞ്ഞ പോലെ പ്ലീസ്. പിന്നെ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യൂ. ഓക്കെ, എല്ലാവർക്കും സുഖനിദ്ര, ശുഭനിദ്ര. ഗുഡ് നൈറ്റ്.